നാടകങ്ങളിലൊക്കെ അഭിനയിക്കാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ്? ഒരുപാട് ഞാൻ ഷോകൾ ചെയ്യുന്ന ആളാണ്, ഇന്ത്യക്ക് പുറത്താണ്. ഓക്കെ. പിന്നെ ഞാൻ നാടകം ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നാടകം ചെയ്താണ് വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ. നാടകം എന്ന് പറയുന്നത് ഭയങ്കര നമുക്കൊരു എന്താ പറയണ്ടത്, അതൊരു ചലഞ്ചാണ്. ഒറ്റ ഷോട്ടിൽ തീർക്കുക എന്നുള്ളതാണ്. ഒരു ഷോട്ടിൽ തീരുകയാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഛായാമുഖി എന്ന് പറയുന്ന നാടകമാണ് ചെയ്യുന്നത്. ഞാനും മുകേഷും കൂടെ ചെയ്യുന്ന ഒരു വലിയ പ്രൊഡക്ഷനാണ്. അതിനു മുമ്പ് നമ്മൾ ഞാൻ മനോരമയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു 100 വർഷത്തെ നോവലുകൾ കഥയാട്ടം എന്ന് പറഞ്ഞിട്ട് 100 വർഷത്തെ നോവലുകൾ എടുത്തിട്ട് അതിൽ നിന്ന് 100 നോവൽ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 10 നോവലാക്കി 10 ക്യാരക്ടർ നമ്മൾ 55 മിനിറ്റ്സ് കൊണ്ട് എനാക്ട് ചെയ്തു, ഞാൻ മാത്രം. അതൊരു ആക്ടറെ സംബന്ധിച്ചുള്ള ഒരു വലിയ ചലഞ്ചാണ്. എനിക്കൊരു ഡീലിറ്റ് കിട്ടി ഇപ്പോൾ സാൻസ്ക്രിറ്റ്, നമ്മുടെ കാലടി സർവകലാശാല. അത് ഞാനൊരു സാൻസ്ക്രിറ്റ് പ്ലേ ചെയ്തു. ഞാൻ സാൻസ്ക്രിറ്റ് പ്ലേ എന്ന് പറഞ്ഞാൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. അവരുടെ 80 ഡ്രാമകളുണ്ട് സാൻസ്ക്രിറ്റ്. അത് വേറെ ആരും ചെയ്യാറില്ല. ഈ കാവാലം അദ്ദേഹത്തിൻ്റെ സോപാനം എന്ന് പറയുന്ന ഗ്രൂപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ചെയ്തത് ഒരു ഭയങ്കര ചലഞ്ചാണ് നാടകം. അല്ല, ഈ സാൻസ്ക്രിറ്റ് നാടകം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയാണെങ്കിൽ നമുക്ക് സമയമുണ്ട് ഡബ് ചെയ്തൊക്കെ എടുക്കാനായിട്ട്. ഇത് കാണാതെ പഠിച്ച് ചെയ്തു. 2 മണിക്കൂറാണ് ആ പ്ലേ. അത് വായിച്ചാൽ 3 മിനിറ്റ് കൊണ്ട് തീർക്കാം. അതിനെ വളരെയധികം പാട്ടുകളുണ്ട്, ആക്ഷനുണ്ട്. അതൊരു ദൈവത്തിൻ്റെ സഹായം എന്നല്ലാതെ പറയും. വീണ്ടും ഞാനൊരു പ്ലേ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. ഇപ്പം അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് കാളിദാസിൻ്റെ ഒരു പ്ലേ ആണ് വിക്രമോർവശി എന്നുള്ളത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് പ്ലേ ആണ്. ഇപ്പം കർണഭാരമൊക്കെ ചെയ്ത് കഴിയുക എന്ന് പറഞ്ഞാൽ അത് എന്താ അദ്ദേഹം പറയുന്ന പോലെ, കവല സാറ് പറഞ്ഞ പോലെ നെറ്റില്ലാതെ ട്രിപ്പീസ് കളിക്കുന്ന പോലെയാണ്. കാര്യം നമുക്ക് ഒരു സംസ്കൃത നാടകം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മറന്നുപോയാലേ മലയാളമോ തമിഴോ ഇംഗ്ലീഷോ ഒന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ട് അവർ വീണ്ടും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. രണ്ടാമതൊരു ഷോ കൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ റിക്വസ്റ്റില്. അല്ല, അതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മ ഉണ്ടാവും ഇപ്പൊ സാൻസ്ക്രിറ്റില്? എത്രയോ അറിയാം. ഏതെങ്കിലും പറഞ്ഞാൽ വലിയ കേൾക്കാനുള്ള താല്പര്യമാണ് സാൻസ്ക്രിറ്റിന്റെ. അതിലെ കർണൻ ഇങ്ങനെ പ്രവേശിക്കുന്നത് തന്നെ മാതാവൻ മമ ശരമാർഗലക്ഷഭൂത കിം പ്രാപ്ത ക്ഷിതിപതയ സജീവശേഷ. ഇങ്ങനെ 2 മണിക്കൂറാണ്. 2 മണിക്കൂർ ഇതിന്റെ പാട്ടുകള്, കാര്യങ്ങള്. അതായത് ഞാൻ ഇങ്ങനെ വരികയാണ്, എൻ്റെ ശരങ്ങൾ തടുക്കാൻ ധൈര്യമുള്ളവരെല്ലാവരും മാറി നിൽക്കാന്ന് പറഞ്ഞിട്ട് ഒരു അൺബിലീവബിൾ പ്ലേ ആണ്. ഭയങ്കര സ്റ്റൈലൈസ്ഡ് പ്ലേ ആണ്. അതായത് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയപ്പെട്ട ഭാസന്റെ പ്ലേ ആണ്. നമ്മൾ ഇങ്ങനെ ഒരു നാടകം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് നമ്മൾ ഓഡിയൻസ് ആരാണെന്ന്. കാരണം നമുക്ക് ഭരതനാട്യത്തിന് കിട്ടുന്ന ഒരു ഓഡിയൻസ് അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. മുഴുവൻ അവിടുത്തെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ എല്ലാ ആൾക്കാരും അന്ന് 80 പ്ലേകളുള്ളപ്പം ഇന്ത്യയിലെ എല്ലാ വലിയ നാടകത്തിന്റെ ആൾക്കാരും വന്ന് കാണുകയാണ്. അവരാണ് ഓഡിയൻസ്. അതാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. തീർച്ചയായിട്ടും സംസ്കൃത പ്രൊഫസേഴ്സ് ഭാസനെ അരച്ച് കലക്കി കുടിച്ച ആൾക്കാരാണ്. ഞാൻ ബോംബെയിൽ ഇത് ഷോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷൺമുഖാനന്ദയിൽ പ്രസന്റ് ചെയ്തപ്പോൾ വളരെയധികം നസുരുദ്ദീൻ ഷായൊക്കെ വന്ന പ്ലേ കണ്ടിരുന്നു. എത്രയോ പേര് അവർക്ക് പഠിക്കാനുണ്ടായിരുന്ന പ്ലേ ആണ്. പക്ഷെ അവരാരും ചെയ്തിട്ടില്ല. ജനറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ആക്ടറുടെ ഡെഡിക്കേഷൻ ആയിരിക്കും. കാക്കക്കുയിൽ എന്ന് പറഞ്ഞ പ്രിയദർശന്റെ സിനിമയുടെ ഇടയിലാണ് ഈ പ്ലേ എനിക്ക് ചെയ്യാൻ. ഞാൻ 8 ദിവസം കൊണ്ടാണ് അത് ചെയ്ത് പഠിച്ചത്. കാര്യം കാണാതെ പഠിക്കാന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. കാര്യം പകുതി മലയാള സിനിമ അവിടെ ഉണ്ട്. അപ്പൊ എപ്പോഴും തമാശകൾ. ഞാൻ കാറിൽ പോകുന്ന സമയത്ത്, ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ ബാത്റൂമിലിരുന്ന് വരെ ആ പ്ലേ കാണാതെ പഠിച്ചിട്ടുണ്ട്. സാധാരണ പ്ലേ ചെയ്താണ് പഠിക്കുന്നത്. ഇത് ഞാൻ ആദ്യം പഠിച്ചതിന് ശേഷം ചെയ്തു. ഇങ്ങനെ ഡയലോഗ് ഇത്രയും കാണാതെ പഠിക്കണം. നമ്മളൊരു നാടകം സ്റ്റേജിൽ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ക്യാരക്ടറിന് 2 മണിക്കൂറാണെങ്കിൽ 2.5 മണിക്കൂർ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ദിവസം, ഒരു 40 ദിവസം കൊണ്ടോ 50 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തീർക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ നമ്മളെ ഏൽപ്പിക്കുന്നു. ഒരുപക്ഷെ അതിനിടയ്ക്ക് വേറെ ഫിലിമിനെയും ചെയ്യേണ്ടി വരുന്നുണ്ടല്ലേ. ഇതെങ്ങനെ നമുക്ക് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നു? ദൈവത്തിൻ്റെ ഒരു വരം എന്നായി പറയാനുള്ളൂ. കാര്യം ഈ 2.5 മണിക്കൂർ നിങ്ങൾ നാടകത്തിൽ ചെയ്തത് 4 അല്ലെങ്കിൽ 2 മാസം കൊണ്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിനപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഓഫ് ആക്ടിങ് എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ. ആദ്യം എടുക്കുന്ന 90ാമത്തെ സീനായിരിക്കും. അപ്പം അത് ആ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ മോൾഡ് ചെയ്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ 1-2 ദിവസം അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ നമ്മളുമായിട്ടൊരു ധാരണ ഉണ്ടാവും.
ഇപ്പം തന്മാത്ര എന്നൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സും അവരായിട്ടൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നു അതിൻ്റെ ഒരുപാട് സിംറ്റംസ്, അതൊരു രോഗമല്ല, അതൊരു ഒരു അവസ്ഥയാണ്. പക്ഷെ അത്തരത്തിൽ പെടുന്ന ആൾക്കാരുടെ ഒരുപാട് ചലനങ്ങൾ മോഹൻലാൽ ചെയ്തു. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഉത്തരവില്ല. അത് ഞാൻ പണ്ട് ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് സം മാസ്റ്റേഴ്സ് ആർ ഹെൽപ്പിംഗ് മീ എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്നും ഒരു അദൃശ്യനായ ഒരുപാട് പേര് നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ വാനപ്രസ്ഥം എന്നൊരു സിനിമ ഞാൻ ചെയ്തപ്പോൾ കഥകളിയാണ്. ഞാൻ പോയി നിന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, എന്നെ സഹായിക്കൂ. അപ്പോൾ അതിലെ കഥകളിയിലെ എല്ലാ വേഷങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇരുവർ എന്നൊരു സിനിമ, MGR എന്ന് പറയുന്ന അദ്ദേഹമായിട്ട് വളരെയധികം അസോസിയേറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാർ, വയസ്സായ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് അദ്ദേഹം നടക്കുന്നത്. പ്രൈവറ്റ് ലൈഫിൽ ഒരുപാട് സിനിമ ഞാൻ കമ്പനിയിൽ നിന്നൊരു ഫിലിം ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ശിവനന്ദൻ എന്ന് പറഞ്ഞ അന്ന് അവിടുത്തെ ജോയിൻറ്റ് കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം, വലിയൊരു ബോംബെയിൽ. അപ്പോൾ അദ്ദേഹം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഞങ്ങൾ ഡിന്നറിൻ്റെ സമയത്ത് പറഞ്ഞു, ലാൽ എൻ്റെ സബോർഡിനേറ്റ്സ് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നത്, നിങ്ങളിതെങ്ങനെ? ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ. അതൊരു ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം എന്നാണ്. പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാതെ മനസ്സിലൊരു രൂപപ്പെടുന്ന ഒരു സമയമുണ്ട്. ഇപ്പം നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇത് സിനിമ എന്ന് പറയുന്നത് നമ്മൾ എന്നോ ചെയ്തത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നത്. ആ കാണുന്ന സമയത്ത് അവർക്ക് ശ്വാസം പോലും വലിക്കുന്നില്ല, അവരൊക്കെ ഡെഡ് പീപ്പിളാണ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ ജീവനില്ലാത്ത ആൾക്കാരാണ്, എന്നോ മുമ്പ് ചെയ്തൊരു കാര്യമാണത്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അവസാന ഭാഗം അടുത്തയാഴ്ച കാണാവുന്നതാണ്.